ബ്രിട്ടീഷ് നിർമ്മിതിയുടെ കരുത്തായി നൂറ്റാണ്ട് പിന്നിട്ട് കല്ലടയാറിന് കുറുകെ തലയെടുപ്പോടെ നിൽക്കുകയാണ് ചരിത്ര വിസ്മയമായ പുനലൂർ തൂക്കുപാലം. 1877 ആൽബർട്ട് ഹെൻറിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച തൂക്കുപാലം ഇന്നും വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാണ്. തൂക്കുപാലം സന്ദർശിക്കാനുള്ള തിരക്ക് അനുദിനം വർദ്ധിക്കുന്നത് ഇതിന് തെളിവാണ്. ചങ്ങലക്കുളത്തിൽ തൂക്കി നിർമ്മിച്ചിട്ടുള്ള തൂക്കുപാലത്തിൽ എത്തി ചിത്രങ്ങൾ പകർത്താനും ഏറെ നേരം വിശ്രമിക്കാനും ദൂരനാടുകളിലുള്ളവർ പോലും മനസ്സുവയ്ക്കുന്നു. തെന്മല ഉൾപ്പെടെയുള്ള കിഴക്കൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ കവാടമാണ് ഇവിടം. പലകകൾ ദ്രവിച്ച് വർഷങ്ങളോളം ദുരിതസ്ഥിതിയിൽ കിടന്ന ഭൂതകാലമുണ്ട് പുനലൂർ തൂക്കുപാലത്തിന്. വർഷങ്ങൾക്കു ശേഷം പാലം നവീകരിക്കപ്പെട്ടതോടെ ഈ ദുരിതസ്ഥിതിക്ക് പരിഹാരമായെങ്കിലും ചരിത്ര സ്മാരകമായതിനാൽ വിനോദസഞ്ചാര വികസന പദ്ധതികൾ ഒന്നും തന്നെ ഇവിടെ നടപ്പാക്കാൻ കഴിയുന്നില്ല. പൂന്തോട്ടം, വാട്ടർ ഫൗണ്ടൻ, ചരിത്ര മ്യൂസിയം, ദീപാലങ്കാരം, അലങ്കാര വിളക്കുകൾ, വിശ്രമ കേന്ദ്രം, കഫ്റ്റീരിയ, കല്ലടയാറിനോട് ചേർന്ന് പെഡൽ ബോട്ടിംഗ്, തൂക്കുപാലത്തിന് താഴെ കല്ലടയാറിന്റെ തീരത്ത് വിശാലമായ നടപ്പാതയും പാർക്കും ഒരുക്കൽ തുടങ്ങി ഒട്ടേറെ ടൂറിസം വികസന പദ്ധതികൾ ഇവിടെ ഒരുക്കാമെങ്കിലും അതിനൊന്നും അധികൃതർ മിനക്കെടുന്നില്ല. ചരിത്ര സ്മാരകത്തിൽ മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദനീയമല്ല എന്ന കടമ്പ കടക്കാൻ തൂക്കുപാലത്തിന് സമാന്തരമായി ഇത്തരം വികസന നിർമ്മിതികൾ ഒരുക്കാനുള്ള പദ്ധതികളും തയ്യാറാക്കപ്പെടുന്നില്ല. HM ഫോറത്തിന്റെ ഭാഗമായിട്ട് കൊല്ലം തെന്മല കാണാനായിട്ട് വന്ന വഴി പുനലൂർ പാലം കാണാൻ വന്നതാണ്. 1877 സ്ഥാപിതമായി പാലം ഞങ്ങൾ കുട്ടികളോടൊക്കെ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും നേരിട്ട് കാണുവാൻ കാണിച്ച് വളരെ സന്തോഷം തോന്നുന്നു. പിന്നെ ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ളൊരു ഇവിടെയൊക്കെ സൗകര്യങ്ങളുണ്ടെങ്കിൽ ആളുകൾക്ക് ഇരുന്ന് വിശ്രമിക്കാനും അങ്ങനെ ഒരു തോന്നി. എങ്കിലും ഒരു പുരാവസ്തുപരമായിട്ട് അല്ലെങ്കിൽ ചരിത്രപരമായിട്ട് ഇതൊരു നല്ലൊരു പാലമാണ്, നല്ലൊരു കാഴ്ചയാണ് എന്നാണ് ഇതുമായിട്ട് അഭിപ്രായം. തൂക്കുപാലം കാണാൻ തിക്കിത്തിരക്കിയെത്തുന്നവർക്ക് അത്തരത്തിലുള്ള ടൂറിസം പദ്ധതികളൊന്നും ഇവിടെ ഇല്ലാത്തത് നിരാശ മാത്രമാണ് സമ്മാനിക്കുന്നത്. തൂക്കുപാലത്തിന്റെ ചരിത്രം പുതുതലമുറയ്ക്ക് കണ്ടറിയാൻ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ബോർഡ് പോലും ഇല്ലെന്നത് അധികൃതരുടെ അവഗണനയ്ക്ക് തെളിവാണ്. മറ്റു സംസ്ഥാനങ്ങളിലെ ചരിത്ര കേന്ദ്രങ്ങളെ വികസന കേന്ദ്രങ്ങളായും വരുമാന മാർഗങ്ങൾക്കുള്ള ഇടമായും ഫലപ്രദമായി അവർ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പോലും ഇവിടുത്തെ അധികൃതർ മിനക്കെടുന്നില്ല. എൻ്റെ പേര് രാജേഷ് രാജൻ. ഞാൻ തൊടുപുഴയിൽ നിന്ന് വരുന്നു. ഞങ്ങളെ ഹെഡ് മാസ്റ്റർമാരുടെ ഒരു ടീമാണ് ഇവിടെ നിന്ന് സന്ദർശിച്ചത്. ഇപ്പോൾ കേരളത്തിലെ ഒരു വളരെ പുരാതനമായ ഒരു തൂക്കുപാലമായിട്ടുള്ള പുനലൂർ പാലം കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് ലഭിച്ചത്. ഇപ്പോഴും നല്ല ഭംഗിയായിട്ട് ഈ തൂക്കുപാലം പരിപാലിക്കുന്നുണ്ട്. ഇത് വളരെ നല്ല ഒരു കാര്യമാണ്. മാത്രമല്ല ഇത് നാളേക്ക് സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണെന്ന് കൂടി ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.